ഗുഡ് ഈവനിങ് ബ്രദർ സിസ്റ്റേഴ്സ്. എല്ലാവരെയും ഒത്തിരി ആൾക്കാർ ഇന്ന് ഈ പ്രാവശ്യം വളരെ താല്പര്യത്തോടു കൂടി കൂടുതലുള്ളത് വളരെ സന്തോഷമുണ്ട്. നമ്മൾ മുമ്പ് ഒരു ഒരു സർവേ നമ്മളൊരു ലിങ്ക് അയച്ചിരുന്നു, ഗൂഗിൾ ലിങ്ക്. അതനുസരിച്ച് അതിലൊരു പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ജോയിൻ ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നമുക്ക് 5 ക്ലാസ്സുകളെങ്കിലും കാണും. ഒരുപക്ഷെ ഒരു ക്ലാസ് അഡീഷണൽ ആയിട്ട് കണ്ടെന്ന് വരാം അതിനുശേഷം. അപ്പം എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക, എന്നാലേ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് us could join here. Amen. സോ സോ ബെന്നി പറഞ്ഞ പോലെ എനിക്ക് 9 മണിക്ക് ട്രെയിനിന് പോകണം. അപ്പം അതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്ത് തീർത്തില്ലെങ്കിൽ ബെന്നി വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ വെരി ഗുഡ്. സോ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കാനുള്ള കാരണം തന്നെ പരിശുദ്ധാത്മാവാണ്. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. യേശുവിൽ വിശ്വാസത്തിലെത്തിയെങ്കിലും അല്ലെങ്കിൽ യേശുവിനെ അറിയാൻ സാധിച്ചെങ്കിലും അതിൻ്റെ എല്ലാം കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. അപ്പം ഇത്രയെല്ലാം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ആരാണെന്നും എങ്ങനെയാണെന്നും പരിശുദ്ധാത്മാവ് ഏത് രീതിയിൽ നമ്മളെ സഹായിക്കുമെന്നും അറിഞ്ഞാലേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും വിശ്വസ്തരായിട്ട്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ആരംഭമാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, പരിശുദ്ധാത്മാവ് ആരാണ്? ഹൂ ഇസ് ദ ഹോളി സ്പിരിറ്റ്? ദാറ്റ്സ് എ ക്ലാസ് ടുഡേ. ആരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ത്രിത്വം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ത്രിയേക ദൈവമാണ്. ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ത്രിത്വം എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിലും ദൈവം എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. അപ്പം നമ്മുടെ ചിന്തയിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാൻ നോക്കുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തല്ല, താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും പഠിക്കാൻ നോക്കുന്നത്. പക്ഷേ ദൈവത്തിനായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ തക്കവണ്ണം ഈ ലോകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം ത്രിയേക ദൈവമാണെന്ന് പറയുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. പക്ഷേ ബൈബിള് അതാണ് വെളിപ്പെടുത്തുന്നത്. അതിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ആ വിശ്വാസത്തിലൂടെ നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം നമുക്കറിയാം, ത്രിത്വത്തിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഓക്കെ, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. സോ ഫാദർ ഇസ് ഗോഡ്, ദ സൺ ഇസ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഗോഡ്. But at the same time, Father is not the Son, Son is not the Holy Spirit. Same way, Son is not the Father, and Son is not the Holy Spirit. So it's very difficult for us to grasp. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. പക്ഷേ പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് പുത്രനോ പിതാവോ അല്ല. ഓക്കെ, അത് പറയുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പക്ഷേ അതാണ് ബൈബിളിൽ പഠിച്ചത്. കാരണം 3 വ്യക്തിത്വങ്ങളുണ്ട്, വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളാണ്, പക്ഷേ അതേസമയം ഒരേ ദൈവത്തിലെ ദൈവമാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതിൽ ഒന്നാമത്തെ പോയിന്റ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പലപ്പോഴും ആൾക്കാർ വരുന്ന പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട എന്തോ സംഭവമാണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല. ബൈബിളിലെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഓക്കെ, അതുകൊണ്ട് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം 1 മുതൽ 1-ാമത്തെ അധ്യായത്തിൽ 1ഉം 2ഉം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. വെള്ളം നിറഞ്ഞ ഭൂതലത്തിന്മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ വ്യാപരിച്ചു. So it says that the Spirit of God was hovering over the waters when the earth was created. അപ്പം ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഭൂമിയുടെ ഈ പ്രതലത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ഹവറിങ് ഓവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഫോർ മീ ഐ തിങ്ക് അബൌട്ട് ലൈക്ക് എ ബേർഡ് ഹവറിങ് ഓവർ ഇറ്റ്സ് ചിക്സ്. അപ്പോൾ ദൈവം അത്ര കരുതലോടുകൂടി ഈ ഭൂമിയെ സൃഷ്ടിച്ച് പരിശുദ്ധാത്മാവ് അതിനെ ചുറ്റും കാത്തു സൂക്ഷിച്ചു എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി നോക്കുമ്പം അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യത്തെ ബൈബിളിലെ പ്രതിപാദനം. അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കാം. ജെനസിസ് 1:26, ഉൽപ്പത്തിയിൽ 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ. അതിനുശേഷം പ്ലീസ് മ്യൂട്ട്.
അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും കന്നുകാലികൾക്കും സകല വന്യജീവികൾക്കും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജന്തുക്കൾക്കും അധിപതികളാകട്ടെ. So when God was about to create man, he says, let us make mankind in our image, in our likeness. അല്ലെ, നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും. ഇവിടെ നമ്മൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, പ്ലൂറലാണ്. ഇതാരെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്? ഇത് മാലാഹമാരെ ഒന്നും ഉദ്ദേശിച്ചല്ല, ദൈവവും മാലാഹമാരും അല്ല. കാരണം മാലാഹമാരുടെ രൂപത്തിലല്ല, ഛായയിലല്ല നമ്മൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ അസ് അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള പ്ലൂറൽ അതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ത്രിത്വത്തെയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അവിടെയാണ് ത്രിത്വത്തിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ളതിന് പുതിയ നിയമത്തിൽ ഒരു വലിയ തെളിവ് ഇവിടെയാണ്. നമുക്കറിയാം, അനാനിയാസും സഫീറയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ സ്ഥലം വിറ്റു, അതിൻ്റെ പണം കൊണ്ടുവന്ന് അപ്പസ്തലന്മാർക്ക് കൊടുത്തു, ദൈവസഭയ്ക്കായിട്ട് കൊടുത്തു. ആ സമയത്ത് അവർ കള്ളം പറഞ്ഞു, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോൾ അവരിങ്ങനെ കള്ളം പറയുന്ന സമയത്ത് പത്രോസ് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് കാപട്യം കാണിക്കാനും സ്ഥലത്തിന്റെ വിലയിൽ കുറെ മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ നീ അനുവദിച്ചത് എന്തിന്? ആ സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് നിന്റേതായിരുന്നില്ലേ? വിറ്റതിന് ശേഷവും അതിന്റെ വില നിന്റെ കൈവശം തന്നെ ആയിരുന്നില്ലേ? പിന്നെ ഈ പ്രവൃത്തി ചെയ്യാൻ നിനക്ക് മനസ്സ് വന്നത് എങ്ങനെ? നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് കാപട്യം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. തുടക്കത്തിലും അവസാനത്തിലും പറഞ്ഞ കാര്യം നോക്കുക. എന്താണ്? അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് കാപട്യം കാണിക്കാൻ നീ എങ്ങനെ തയ്യാറായി എന്ന് ആദ്യം ചോദിക്കും. അതിന്റെ അവസാനം പറയുന്നത് എന്താണ്? ദൈവത്തോടാണ് നീ കാപട്യം കാണിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാണ്? അത് ക്ലിയർലി ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ദൈവം ആണെന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആമേൻ. അപ്പം അതിൽ നിന്ന് വേറൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ സാധിക്കും. നമുക്ക് പല ആൾക്കാരും കരുതുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, എന്തോ ഒരു ശക്തി മാത്രമാണെന്നൊക്കെ ആൾക്കാർ കരുതാറുണ്ട്. യഹോവ സാക്ഷികളോ അങ്ങനെയുള്ള പല ആൾക്കാരും അതേക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമുക്കൊരു ശക്തിയോട് കള്ളം പറയാൻ പറ്റില്ല, ശക്തിയെ വഞ്ചിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് കറണ്ടിന് ശക്തിയുണ്ട്, നമ്മൾ കറണ്ടിനെ, ഇലക്ട്രിസിറ്റിയെ നമുക്ക് വഞ്ചിക്കാനോ ഇലക്ട്രിസിറ്റിയോട് കള്ളം പറയാനോ സാധ്യമല്ല. ഒരു വ്യക്തിയോടെ പറ്റുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തിത്വം ആണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് നോക്കിയാൽ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോകാം. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ് എംപവേർഡ് ചോസൺ പീപ്പിൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ശക്തീകരിച്ചു, ശക്തിപ്പെടുത്തി. അതായത് പഴയ നിയമത്തിലെ തുടക്കം മുതൽ നോക്കിയാൽ ദൈവം തിരഞ്ഞെടുത്ത അനേകം ലീഡേഴ്സിനെ, നായകന്മാരെ, ജഡ്ജസ്, കിങ്സ്, അതുപോലുള്ള പല ആൾക്കാരെയും ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അവർ ചെയ്യേണ്ട വേല, ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത വേല ചെയ്യാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തി. അപ്പം ജഡ്ജസിന്റെ കാര്യത്തിൽ നോക്കിയാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാംസന്റെ മേലും ഗിഡിയന്റെ മേലും ഒക്കെ പരിശുദ്ധാത്മാവ് വന്നു, ശക്തിയോടെ അവരെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നു. അതുപോലെ ദാവീദിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, 1 സാമുവേൽ 16-ാമത്തെ അധ്യായത്തിൽ ദാവീദിനെ സാമുവേൽ അനോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത സമയത്ത് വായിക്കുന്നത്, ശമൂവേൽ തൈലം നിറച്ച കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അന്നു മുതൽ സർവേശ്വരന്റെ ആത്മാവ് ശക്തമായി ദാവീദിന്റെ മേൽ വ്യാപരിച്ചു. ആമേൻ. അപ്പൊ പല ആൾക്കാരും, നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിന്റെ കഥയൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കഥകളൊക്കെ പറയുമ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നു, ചെറിയ കുട്ടി, ചെറിയൊരു പയ്യൻ പോയി ഇത്രയും വലിയൊരു ജയന്റിനെ കൊന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് അവന്റെ ശക്തി കൊണ്ടായിരുന്നോ? ആ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെയാണ് അവനെ സാമുവേൽ അഭിഷേകം ചെയ്തത്. ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ശക്തിയോടെ ആവാസിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ദാവീദ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആമേൻ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പല ആൾക്കാർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് 31 നോക്കിയാൽ ബേസലേലിനും ഒക്കെ പരിശുദ്ധാത്മാവ് ടാബർനാക്കിൾ അല്ലെങ്കിൽ വിശുദ്ധ കൂടാരത്തിലെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് അത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ഒരു കാര്യം, പ്രവാചകന്മാർക്ക്
പരിശുദ്ധാത്മാവ് ശക്തി നൽകി. എന്തിനാണ്? ഒന്നാമത്തെ കാര്യം, പ്രവചനങ്ങൾ നടത്താൻ. വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയത്തില്ല, അല്ലേ? ഇന്ന് നമ്മൾ മഴക്കാലം എന്തെല്ലാം പ്രവചനങ്ങളാണ്. ഇന്ന് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന പല പ്രവചനങ്ങളും നടക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ പ്രവാചകന്മാർ, വെറും സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിച്ച് വരാൻ പോകുന്ന നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പ്രവചിച്ചു. എങ്ങനെയാണ്? അവർക്ക് എവിടുന്ന ശക്തി കിട്ടി? പരിശുദ്ധാത്മാവിനാൽ. ആമേൻ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമകാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം, അല്ലെങ്കിൽ ചുരുക്കം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന് ലഭിക്കാനായിട്ട് സാധിച്ചുള്ളൂ. പരിശുദ്ധാത്മാവ് അവരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശു വന്നതിന് ശേഷം ഒരു വലിയ വാഗ്ദാനം യേശു നൽകുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണെന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ദൈവമാണെന്നുള്ള വേറൊരു ഉറപ്പെന്ന് വെച്ചാൽ, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ദൈവം, അല്ലേ? സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വഴി പ്രവചനങ്ങൾ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് അവർ ഹെൽപ്പർ. യോഹന്നാൻ 16:7 വാക്യത്തിൽ യേശു ഈ ലോകത്ത് വന്നു, അപ്പസ്തലന്മാരുടെ കൂടെ അനേക കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം യേശു ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ കാര്യമാണ്. അവിടെ പറഞ്ഞെന്താണ്? എന്നാൽ ഞാൻ സത്യം പറയട്ടെ, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഓക്കെ, സോ ജീസസ് ഇസ് ടെല്ലിംഗ് ദാറ്റ് ഹി വിൽ, ആഫ്റ്റർ ഐ ഗോ, ഐ വിൽ സെൻഡ് ദ ഹെൽപ്പർ. ഈ സഹായകൻ എന്ന് പറയുന്നത് ആരാണ്? ഇത് വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും, യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ മക്കളായി ജീവിക്കുന്ന എല്ലാവർക്കും നൽകും എന്ന് യേശു പറഞ്ഞു. എന്തിനാണ്? സഹായകനായിട്ട്. അപ്പം ഇൻ ഗ്രീക്ക് ലാംഗ്വേജ് ദ വേർഡ് ഇസ് പാരക്ലിറ്റോസ്. അല്ലാതെ ഗ്രീക്ക് ഭാഷയിൽ സഹായകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പാരക്ലിറ്റോസ് എന്നാണ്. അതിന് അഡ്വക്കേറ്റ് എന്നും ഇൻട്രസെസർ എന്നും, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനെന്നും കംഫർട്ട് ചെയ്യുന്നവനെന്നും അല്ലെ സഹായി എന്നും ഒക്കെ പറയാൻ പറ്റും. പല പല വിവർത്തനങ്ങളിൽ അങ്ങനെ ഓരോരോ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. ആരെ ഉദ്ദേശിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആരാണ്? സഹായി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്തിനാണ് യേശു നമുക്ക് സഹായി അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്? യേശു പോയതിന് ശേഷം, യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാ സഹായം കിട്ടിയത് യേശുവിൽ നിന്നാണ്. എന്ത് വേണമെങ്കിലും യേശുവിന് ചെയ്യാൻ സാധിച്ചു. കാരണം സർവശക്തനായ ദൈവമാണ് യേശു മനുഷ്യരൂപത്തിൽ വന്നത്. ആമേൻ. അപ്പോൾ ആ യേശു പോയതിനു ശേഷം അവർ നിസ്സഹായരായി തീർന്നെങ്കിലോ എന്ന് യേശുവിന് അറിയാമായിരുന്നു. ആമേൻ. സഹായമില്ലാത്തവർ, അതായത് ശക്തി ഇല്ലാത്തവരും കഴിവില്ലാത്തവരും സാധാരണ മനുഷ്യരാണ്. ആ മനുഷ്യരാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല യേശു ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശിഷ്യന്മാരായി ജീവിക്കുമ്പോൾ. അപ്പോൾ അതിന് വെറുതെ ചെയ്യാൻ മാത്രം പറഞ്ഞാൽ പോരാ, അതിന് വേണ്ട ശക്തി നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ട സഹായിയാണ് പരിശുദ്ധാത്മാവ്. സോ വൈ വുഡ് ജീസസ് പ്രോമിസ് എ ഹെൽപ്പർ? ബിക്കോസ് ഹി നോസ് ദാറ്റ് വി നീഡ് ഹെൽപ്പ്. സോ ബിക്കോസ് ജീസസ് നോസ് ദാറ്റ് വി ആർ ഹെൽപ്ലെസ് വിത്തൗട്ട് ദ ഹെൽപ്പർ. അതായത് ഈ സഹായി ഇല്ലാതെ നമ്മൾ നിസ്സഹായരാണ്. യാതൊരു കാര്യവും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവരാണെന്ന് യേശുവിനെ അറിയാവുന്നത് കൊണ്ടാണ് ഈ സഹായിയെ വാഗ്ദാനം ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു വണ്ടി ഓടിക്കും, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം. കുറച്ച് കാർപ്പൻറ്ററി അറിയാം, കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് അറിയാം, പ്ലംബിംഗ് വർക്ക് അറിയാം. പക്ഷേ എനിക്കൊരു കാറിൻ്റെ മെക്കാനിക്കായിട്ട് ഒരു കാര്യം അറിയത്തില്ല. ഇപ്പം ഞാൻ കാർ ഓടിച്ച് പോവുകയാണ്, എൻജിൻ സ്റ്റോപ്പായെങ്കിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്കത് സ്റ്റാർട്ട് ചെയ്യാനോ അത് റിപ്പയർ ചെയ്യാനോ ഉള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ അതിന് പറ്റിയ ആളെ ഞാൻ വിളിക്കണം. അപ്പോൾ അതുപോലെ ഒരു വ്യക്തിയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ആമേൻ. അപ്പം നമ്മളെ നോക്കിയാലോ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവം പറഞ്ഞ ഒരു കാര്യം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇത് ഏതെങ്കിലും മനുഷ്യനാൽ സാധിക്കുന്ന കാര്യമാണോ? അതുപോലെ എത്രയോ കാര്യങ്ങൾ യേശു പറയും, അല്ലെ? ശത്രുക്കളെ സ്നേഹിക്കുക ഏത് മനുഷ്യനും സാധിക്കും. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ യേശു നമ്മളോട് ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അതൊക്കെയും സാധാരണ ഒരു മനുഷ്യനാൽ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയും ചെയ്യാൻ നമ്മളെ സാധ്യമാക്കുന്നത് അതിനൊരാളെ ദൈവം തന്നിട്ടാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുടെ സഹായിയാണ്. സോ ദെർ ആർ
യുനോ ടു വേസ് ടു ലീവ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമത്തേത് ഹ്യൂമനിസ്റ്റിക് വേ, അതായത് മാനുഷികമായ രീതിയിൽ ജീവിക്കാം. അതിന് ബൈബിൾ പറയുന്നത് ഇറ്റ് ഇസ് എ വേ ഓഫ് ദ ഫ്ലഷ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വേ ഓഫ് ദ ഫ്ലഷ്, അല്ലെങ്കിൽ വാട്ട് യു കോൾ ഇറ്റ്, ജഡപ്രകാരമുള്ള ജീവിതം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അനദർ തിങ് ദാറ്റ് ഗോഡ് ഇസ് ടെല്ലിംഗ് us is to live by the Holy Spirit or led by the Holy Spirit. ഓക്കെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അല്ലെങ്കിൽ നയിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ ദൈവം പറയുന്നു. അപ്പോൾ മാനുഷികമായിട്ടാണ് നമ്മൾ ഇത്രയും വർഷങ്ങളോളം ജീവിച്ചു ഒരു ശിഷ്ടാകുന്നതിന് മുമ്പ്, ഇല്ലേ? എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് പാപങ്ങളെ അതിജീവിക്കാൻ സാധിച്ചില്ല. ഞാനോ അനേകം പ്രാവശ്യം കരഞ്ഞും സ്വയം തല്ലുകയും പല പല കാര്യങ്ങൾ ചെയ്ത് എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കാനും എന്തെങ്കിലും നന്മകൾ ചെയ്യാനും അസാധ്യമായിരുന്ന ഈ കാര്യങ്ങളെല്ലാം, എനിക്കുണ്ടായിരുന്ന ശത്രുക്കളെ കൊല്ലണമെന്ന് പോലും വിചാരിച്ചിരുന്നു. പക്ഷെ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അസാധ്യമായിട്ട് തോന്നി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വന്നപ്പോഴോ ഞാൻ ആരെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നോ ആ വ്യക്തിയെ പോലും സ്നേഹിക്കാൻ ദൈവത്താൽ സാധിച്ചു. അത് എൻ്റെ കഴിവല്ലെന്ന് ഉറപ്പാണ്. അതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ, അതായത് അതുകൊണ്ടാണ് ആത്മീയ ജീവിതം എന്ന് നമ്മളെപ്പോഴും പറയും, അല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ആത്മീയ ജീവിതം ജീവിക്കാൻ പറ്റുമോ? ആത്മാവിൽ നിന്നാണ് ഈ ജീവിതം ഉടലെടുക്കുന്നത്. വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ബോൺ അഗെയിൻ, ബോൺ ഓഫ് ദ സ്പിരിറ്റ്, അല്ലെ? ഒരു ജഡത്തിൽ നിന്ന് നമ്മൾ മുമ്പ് ജനിച്ചു, അപ്പൊ ജഡികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു. പക്ഷെ പിന്നീട് നമുക്ക് പുതിയ ജീവൻ നൽകിയത് ഇതിൽ നിന്നാണ്? ആത്മാവിനാൽ നമ്മൾ ജനിച്ചു. അപ്പൊ ആ ആത്മാവിനാൽ ജീവിക്കുന്ന അതാലേ ആത്മീയ ജീവിതമാകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആത്മീയ ജീവിതം ജീവിക്കാൻ സാധ്യമല്ല. ചാൾസ് സ്റ്റാൻലി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയൊരു പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ അതിൽ ചാൾസ് സ്റ്റാൻലി പറയുന്ന ഒരു കാര്യമുണ്ട്: ഇഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് സിംപ്ലി എ മാറ്റർ ഓഫ് ഡൂയിങ് അവർ ബെസ്റ്റ്, there was no need for God to send the Holy Spirit to help us. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓൾവേസ് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം എന്താണ്? ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ്, ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അപ്പൊ നമ്മുടെ കഴിവ് കൊണ്ട് ആവുന്നതെല്ലാം മാക്സിമം ചെയ്താലും നമ്മൾ വീണു പോകും. കാരണം നമ്മുടെ കഴിവിന് ഒരു 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 പരിധിയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ശക്തി കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തക്ക രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊരു സഹായി അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം പ്രത്യേകം ആലോചിച്ച് ചെയ്തൊരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് സൂപ്പർസീഡഡ് അവർ ബെസ്റ്റ്. ആ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് വി കുഡ് നെവർ അറ്റൈൻ ത്രൂ അവർ ഓൺ എഫേർട്സ്. അല്ലെ, നമ്മുടെ ഏറ്റവും മികച്ചതിനെ മറികടക്കുന്ന ഒരു ജീവിതശൈലിയും മനോഭാവവും നമ്മുടെ സ്വന്തം പരിശ്രമത്തിലൂടെ ഒരിക്കലും നേടിയേക്കാൻ കഴിയാത്ത ഒരു ജീവിതശൈലിയും മനോഭാവവും ദൈവം അന്വേഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് പരിശുദ്ധാത്മാവായിട്ട് ആത്മാവായിട്ട് നമ്മളിൽ വസിച്ച് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ സഹായിയായിട്ട് തീരുന്നു. ആമേൻ. അപ്പൊ ഇതിൽ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പല പ്രവൃത്തികളെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിലും റോമരുടെ ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. He convicts us, he illuminates us, he teaches us, he leads and guides us, he assures us, and he helps in our weaknesses, he directs us, and he even warns us. So we'll see one by one these things. So ആദ്യത്തെ കാര്യം ദൈവം ചെയ്യുന്നത് യോഹന്നാൻ 16:8 വാക്യത്തിൽ പറയുന്നു, സഹായകൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ആമേൻ. സോ വേർ ഡു വി ഗെറ്റ് കൺവിക്റ്റഡ് ഓഫ് സിൻ? അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ക്രിസ്ത്യാനികളായവരെ കുറിച്ചല്ല, ഇത് ലോകത്തെക്കുറിച്ച് പറഞ്ഞു. ലോകത്തെ തന്നെ, അതായത് നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ നമുക്ക് കുറ്റബോധം വന്നെങ്കിൽ, ന്യായവിധി ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ വന്നെങ്കിൽ, ദൈവഭയം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ നീതിയായ കാര്യം എന്താണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴെങ്കിലും വന്നെങ്കിൽ, അത് ബോധ്യപ്പെടുത്തിയത് ആരാണ്? നമ്മളാരുമല്ല, പരിശുദ്ധാത്മാവാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, the Holy Spirit will convict the world of sin and of righteousness and of judgment. അപ്പോൾ ഒന്നാമത്തെ കാര്യം, the Holy Spirit will convict us. അപ്പോൾ അത് ശിഷ്യനാകുന്നതിന് മുമ്പ് നമ്മളെ കൺവിക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം ശിഷ്യനാകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങിയില്ലെങ്കിലും ബാഹ്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഹി ഇലൂമിനേറ്റ്സ് us or enlightens us. അല്ലെ, നമ്മളെ I don't know what to say in English, മലയാളം. പക്ഷേ നമ്മളെ ഇവിടെ ഒരു വാക്ക് യോഹന്നാൻ 16 തന്നെ പറയുന്നു, 13, എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ
അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും. അപ്പൊ സത്യത്തിന്റെ ആബ്സെൻസ്, സത്യമില്ലാത്ത സ്ഥലത്തിന് നമ്മൾ എന്താ പറയുക? ഇരുട്ടാണ്, അല്ലേ? അപ്പൊ നമ്മൾ അന്ധകാരത്തിലായിരുന്നു നമ്മളെ വെളിച്ചത്തിലേക്ക്, സത്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സകല സത്യത്തിലേക്ക് നയിക്കുന്നു. അപ്പം അന്ധകാരത്തിലായിരിക്കുമ്പോൾ നമുക്ക് വഴി അറിയത്തില്ല, നമ്മൾ വഴിതെറ്റി പോകുന്നു, തെറ്റായ വഴിയിൽ പോകുന്നു, നാശത്തിലേക്ക് പോകുന്നു. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സകല സത്യങ്ങളും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ദാറ്റ്സ് വൈ ഹോളി സ്പിരിറ്റ് ഇല്യൂമിനേറ്റ്സ് അസ് ആൻഡ് എൻലൈറ്റൻസ് അസ്, ഓപ്പൺസ് അവർ ഐസ്. നമ്മുടെ കണ്ണ് തുറന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. മൂന്നാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ് ടീച്ചസ് അസ്. 14-ാമത്തെ അധ്യായം യോഹന്നാനിലെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഓർക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, യേശു ഇതുവരെ അവരുടെ കൂടെ നടന്ന് ഇതുവരെ അവരെ പഠിപ്പിച്ചത് യേശുവായിരുന്നു. അപ്പോൾ ഇപ്പോൾ യേശു പറയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആര് വരും? ഞാൻ കൂടെ ഇല്ലെങ്കിൽ, ഞാൻ ഭൗതികമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ, സകല കാര്യങ്ങളും പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്? ഒരു കാര്യം, നമ്മളെ സകല സത്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നുപോയാൽ പോലും അത് ഓർമ്മിപ്പിക്കാനും പരിശുദ്ധാത്മാവ് ഇടവരുത്തും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോസ്തലന്മാർക്കൊക്കെ യേശു പഠിപ്പിച്ചപ്പോൾ പല കാര്യങ്ങളും മനസ്സിലായില്ല. പക്ഷേ യേശു പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മ വന്നു. അതെല്ലാം ഒരു വളരെ ശക്തമായ രീതിയിൽ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്തു. അവസാനം ഗോസ്പൽസ് ഒക്കെ എഴുതാനും ദൈവം അവർക്ക് ശക്തി നൽകി. ആമേൻ. അടുത്ത കാര്യം, റോമർ 8-14 വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകും. അപ്പൊ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ വേറെ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഏത് രീതിയിലാണ്? നമ്മളെ നയിക്കുന്നു. കാരണം നമ്മളെല്ലാം ആടുകൾ പോലെയാണ്. നമ്മൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മോശമായ തെറ്റായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന വ്യക്തി സ്വഭാവമാണ് നമ്മുടേത്. അപ്പോൾ അതിന് നമ്മളെ നയിക്കാൻ യേശു തന്നെ പറഞ്ഞു, ഞാനാണ് ഏറ്റവും നല്ല ഇടയൻ, നല്ല ഇടയൻ ഞാനാണെന്ന് യേശു പറഞ്ഞു. അപ്പോൾ യേശു ഭൗതികമായ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ യേശു ആയിരുന്നു അവരുടെ നായകൻ അല്ലെങ്കിൽ നയിക്കുന്നവൻ. പക്ഷേ യേശു പോയി കഴിഞ്ഞപ്പോഴോ ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു he didn't leave a vacuum there. He is sending Holy Spirit to guide us, lead us. So our leader is the Holy Spirit. He leads us in the truth, in the right path, in God's will, God's way. അതുപോലെ വേറൊരു കാര്യം, റോമർ 8-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു സഹായം പറയുന്നു, The Spirit himself testifies with our spirit that we are God's children. അതായത് നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ഈ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രഖ്യാപനം ചെയ്യുന്നു. ഓക്കെ, നമ്മളെ ദൈവമക്കളാക്കി. പക്ഷെ നമുക്ക് പലപ്പോഴും സംശയങ്ങൾ വരാറുണ്ട്, അല്ലേ? ഞാൻ ദൈവമകനാണോ? പക്ഷേ നമ്മളെ ആ ഉറപ്പ്, അഷ്വറൻസ്, ആ ഉറപ്പ് നൽകുന്നത് ആരാണ്? നീ ദൈവപുത്രനാണ് എന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. So that is another way the Holy Spirit helps us. Another way Holy Spirit helps us is in our weaknesses, and he even intercedes for us. അതായത് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ദൈവമായിട്ട്. ഓക്കെ, റോമർ 8-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ആത്മാവ് വാക്കുകൾ കൂടാതെയുള്ള ഞരക്കത്താൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ നിവേദനം നടത്തുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ടോ? എന്താണ്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഐ ആം വീക്ക്. നല്ല കാര്യമാണ്, നമ്മൾ ബലഹീനാണെന്ന് അറിയുന്നത് നല്ലതാണ്, താഴ്മ നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ബലഹീനാണ്, അതുകൊണ്ട് ഒരു നന്മയും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്താനും സഹായിക്കാനും ആരാണുള്ളത്? അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അത് എത്ര ശക്തിയുള്ളവനാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് ഏത് ബലഹീനതയെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആമേൻ. അപ്പം നമ്മൾ ഒരു കാലത്തും ബലഹീനത എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറഞ്ഞിരിക്കാൻ പാടില്ല. ഏത് ബലഹീനതയും അതിജീവിക്കാൻ ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആമേൻ. അതുപോലെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ, അതാണ് നമുക്ക് പലപ്പോഴും പറ്റാത്തൊരു കാര്യം. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളാലും ആകുലപ്പെടുകയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ സഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല.
ആ സമയത്തും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി ഇനോ ആത്മാവ് വാക്കുകൾ കൂടാതെയുള്ള തിരക്കത്താൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ നിവേദനം നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അതാണ് ഇന്റർസീഡ് എന്ന് പറയുന്നത്. നമുക്ക് മധ്യസ്ഥനായിട്ട് ദൈവത്തോട് നമ്മൾ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത്, നമുക്ക് ഒരു നിവേദനം നടത്തുന്നവൻ പരിശുദ്ധാത്മാവാണ്. അടുത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ 22 വാക്യത്തിൽ പറയുന്നു, and now compelled by the Spirit. അപ്പോൾ പൗലോസ് പറയാണ്, compelled by the Spirit I am going to Jerusalem not knowing what will happen to me. ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? പൗലോസ് പറയാണ്, ഞാൻ ആത്മാവിന്റെ അതിശക്തമായ പ്രേരണയാൽ യെരുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ആമേൻ. അടുത്തൊരു വാക്യം അതിന് ശേഷം നമുക്ക് വായിക്കാം. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? പൗലോസിനെ പോലുള്ള അപ്പോസ്തലന്മാരെയും മറ്റു ശിഷ്യന്മാരെയും ഒക്കെ അന്ന് പ്രേരിപ്പിച്ചു. എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുകയും നയിക്കുകയും ചെയ്തത് ആരാണ്? പരിശുദ്ധാത്മാവ്. ആമേൻ. അപ്പൊ ഇന്നും പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ തയ്യാറാണ്. നമ്മളെയൊക്കെയും നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ അവനാൽ നയിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അവൻ നമ്മളോട് അവിടെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും, ഇത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നന്മകൾ നടക്കാത്തത്. പക്ഷേ പകരം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാൽ, പരിശുദ്ധാത്മാവ് സഹായം നൽകുമ്പോൾ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ആ വഴിക്ക് പോവുക, ഈ കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് അനുസരിക്കാൻ തയ്യാറായാൽ നമ്മളും ഇതുപോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരായി തീരാനായിട്ട് സാധിക്കും. അതിനുശേഷം പൗലോസ് പറയുന്നതാണ് 23 വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 20, I only know that in every city the Holy Spirit wants me that prison and hardships are facing me. Amen. അതായത് ഒന്ന് മാത്രം ഞാൻ അറിയുന്നു, ഈ ജെറുസലേമിലേക്ക് പോകുന്ന സമയത്തെ കാര്യം പറയുന്നത്, കാരാഗ്രഹവും കഷ്ടപ്പാടുകളുമാണ് ഓരോ പട്ടണത്തിലും എന്ന് എന്നെ കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വേറൊരു സഹായം എന്താണ്? നമുക്ക് മുന്നറിയിപ്പുകൾ തരുക എന്നുള്ളതാണ്. ആമേൻ. അപ്പോൾ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. നമുക്കാർക്കും അറിയത്തില്ല മുമ്പിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ മുമ്പ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാളുള്ളൂ, ദൈവം. ആ ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവം വേറെ ദൂരെയെങ്ങുമല്ല, നമുക്കുള്ളിൽ വസിക്കുന്നു. നമ്മൾ ശിഷ്യനായി സ്നാനപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഉള്ളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമുക്ക് താക്കീതുകൾ നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു, നമ്മളെ നയിക്കുന്നു. ആമേൻ. അപ്പോൾ ഇത്രയും രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പല ആൾക്കാരും പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്ന് പറയുന്നു. വേറൊരു കാര്യം പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയാണെന്ന് പറയും. യഹോവ സാക്ഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയല്ല, ശക്തി മാത്രമാണെന്ന് പറയും. അപ്പോൾ ബൈബിൾ നോക്കിയാൽ അങ്ങനെയല്ല. സത്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ വ്യക്തിയായിട്ടാണ്. കാരണം ദൈവമാണെങ്കിൽ ഒരു വ്യക്തിയാണ്, അല്ലേ? അപ്പം ആ വ്യക്തിത്വത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. യോഹന്നാൻ 16:13 വാക്യത്തിൽ പറയുന്നു, But when He, the Spirit of truth comes, He will guide you into all truth. Again it says, He will not speak on His own. He will speak only what He hears. And He will tell you what is yet to come. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വാക്കെന്താണ്? അവൻ, അവിടുന്ന്. അല്ലെങ്കിൽ ചില മലയാളം ട്രാൻസ്ലേഷൻസ് ഇങ്ങനെ പറയുന്നു, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കും. അവിടുന്ന് സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രം പറയുകയും ഇനി സംഭവിക്കാനുള്ളവ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവിടുന്ന് എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിലൂടെ എന്നെ മഹത്വപ്പെടുത്തും. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത് അവിടുന്ന്, അല്ലെങ്കിൽ അവൻ. നമ്മളൊരു ശക്തിയെ, ഇലക്ട്രിസിറ്റിക്ക് ശക്തിയുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ശക്തിയെ, ഇലക്ട്രിസിറ്റിയെ അവിടുന്ന് വന്നു അല്ലെങ്കിൽ അവൻ വന്നു എന്ന് പറയൂ? ഇല്ല. അല്ല, അതുപോലെ ഇലക്ട്രിസിറ്റി നമ്മളോട് സംസാരിക്കുമോ? ഇല്ല. ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് അവൻ അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ദാറ്റ്സ് വൈ ഈസ് അഡ്രസ്സിംഗ് us as he. And also it says that he will speak not his own. അല്ലേ? പരിശുദ്ധാത്മാവാണ്. അവൻ സ്വന്തം കാര്യങ്ങളല്ല പറയുന്നത്, അവൻ കേട്ട കാര്യങ്ങൾ, അതായത് പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് പറയും. ആമേൻ. അതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അൾട്ടിമേറ്റ്ലി ഇറ്റ് സേസ്, ഇൻ ദ എൻഡ് ഇറ്റ് സേസ്, ത്രൂ ഓൾ ദീസ് തിങ്സ് ഹി വിൽ ഗ്ലോറിഫൈ ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സകല പ്രവൃത്തികളും യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ടാണ്.
അതുപോലെ so that way we can see there are three things in Holy Spirit. So from this we can see that he is the personality. Holy Spirit has knowledge, he has will, and he has emotion. അതായത് പരിശുദ്ധാത്മാവിന് അറിവുണ്ട്, അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള വിൽ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, യുക്തിയുണ്ട്, ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഇമോഷൻ, അതായത് വികാരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം, ഒരു വ്യക്തിയാണെന്നുള്ളതിനെ കുറിച്ച് 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ 11-12 വാക്യത്തിൽ പറയുന്നു, who knows the person's thoughts except their own spirit within them? In the same way, no one knows the thoughts of God except the Spirit of God. What we have received is not the spirit of the world, but the Spirit who is from God, so that we may understand what God has freely given us. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നമുക്ക് അത് ദൈവം തന്ന ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലതും ദൈവത്തെ സംബന്ധിച്ച അഗാധ കാര്യങ്ങൾ പോലും ആഴത്തിൽ ആരായുന്നു. ഒരു മനുഷ്യന്റെ ആത്മാവല്ലാതെ അയാളുടെ ചിന്തകൾ വേറെ ആരാണ് അറിയുക? അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവരെ ഒഴികെ മറ്റാരും ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുന്നില്ല. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ്, അതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവാത്മാവാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ചിന്തകൾ അറിയാൻ പറ്റുന്നത് അവന്റെ ആത്മാവാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ചിന്തകൾ അറിയാൻ പറ്റുന്നത് ആർക്കാണ്? ദൈവത്തിന്റെ ആത്മാവിനാണ്. അപ്പൊ ആ ദൈവത്തിന്റെ സകല ചിന്തകളും അറിയാവുന്ന ആ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അപ്പൊ എന്താണ്, എത്രമാത്രം അറിവുണ്ട് പരിശുദ്ധാത്മാവ്, അല്ലെ? ദൈവത്തിന്റെ സകല അറിവും ഉള്ളവനാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ ദൈവത്തിന്റെ ഹിതം മുഴുവനും അറിയാവുന്നവനാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ആ ദൈവഹിതം മുഴുവനായിട്ട് അറിയാവുന്നവൻ നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് ദൈവഹിതം അറിയത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പല ആൾക്കാരും അതാ പറയുന്നത്, അയ്യോ ദൈവഹിതം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇത് ചെയ്തു പോയത്, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? അറിവുണ്ട്. അപ്പോൾ ഒരു ശക്തിക്ക് അറിവില്ല, ഒരു വ്യക്തിക്കാണ് അറിവുള്ളത്. ആമേൻ. അതുപോലെ ഒരു ശക്തിക്ക് ചിന്തകൾ മനസ്സിലാക്കാൻ സാധ്യമല്ല, പക്ഷേ വ്യക്തിക്കാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. വേറൊരു കാര്യം 1 കൊരിന്ത്യർ 12-11 വാക്യം പറയുന്നു, all these are the work of one and the same spirit and he distributes them. ഇത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്താണ്. ഗിഫ്റ്റ്സ്, when he is talking about the gifts of the Holy Spirit, he says all these are the works of one and the same spirit and he distributes them to each one just as he determines. അതിന്റെ അർത്ഥം ഇവയെല്ലാം തന്നെ, അതായത് എല്ലാ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെല്ലാം തന്നെ ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അവിടുത്തെ ഹിതാനുസാരം ഓരോരുത്തർക്കും അവ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഇതിനോ പല വരങ്ങളും നമുക്ക് ശിഷ്യന്മാർക്കെല്ലാം നൽകുന്നു. എങ്ങനെ തരുന്നു? അവിടുത്തെ ഹിതാനുസാരം. ആരുടെ ഹിതാനുസാരണം? പരിശുദ്ധാത്മാവിന്റെ ഹിതാനുസാരം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിന് ഒരു ഹിതമുണ്ട്, ഇല്ലേ? അപ്പൊ ആ ഹിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഗ്രഹം, അഭിലാഷം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അറിവ്. ഇത് ആർക്കുണ്ടാവും? ഒരു വ്യക്തിക്കേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ അവന്റെ ഹിതാനുസാരണം അവൻ ഓരോരുത്തർക്കും വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹി ഹാസ് എ മൈൻഡ് ടു ഡിറ്റർമൈൻ വാട്ട് ടു ഗീവ്. ഏത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഹിതം അല്ലെങ്കിൽ കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട്. ആമേൻ. അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഒരു ശക്തിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, ശക്തിയുണ്ട്, പക്ഷെ അതുകൊണ്ട് വെറും ശക്തി മാത്രമല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നമ്മൾക്കുള്ളിൽ വാസിക്കുന്നത്. ആമേൻ. അതുപോലെ എഫേസ്യരുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ says, and do not grieve the Holy Spirit of God with whom you were sealed for the day of redemption. നിങ്ങൾക്ക് ലഭിച്ച രക്ഷ വീണ്ടെടുപ്പ് നാളിൽ പൂർത്തീകരിക്കപ്പെടും എന്നതിന്റെ ഉറപ്പായി നിങ്ങളിൽ ഇട്ടിരിക്കുന്ന മുദ്ര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ. ആ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. നമുക്ക് ഇലക്ട്രിസിറ്റിയെ നമുക്ക് ദുഃഖിപ്പിക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ധാരാളം ശക്തിയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ നമ്മൾ ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് ദുഃഖിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്?
പരിശുദ്ധാത്മാവിന് ഇമോഷൻസ് ഉണ്ട്. ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇമോഷൻസ്. ആമേൻ. അപ്പോൾ നമുക്കറിയാം ദൈവം എത്രയോ കാര്യങ്ങളിൽ കണ്ട് ദുഃഖിക്കുന്നു, അല്ലേ? ദൈവത്തിൻ്റെ വേദനയും ദുഃഖത്തെക്കുറിച്ചൊക്കെ എത്രയോ പ്രാവശ്യം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പത്തി 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ദൈവം മനുഷ്യൻ ചെയ്ത മനുഷ്യന്റെ സകല ചിന്തകളിൽ പോലും പാപകരമായി തീർന്നപ്പോൾ ഗോഡ് വാസ് ഗ്രീവ്ഡ്, ദൈവം ദുഃഖിച്ചു എന്ന് പറയും. ആമേൻ. അപ്പൊ ദൈവം ഒരു വ്യക്തിയാണ്. ആ ദൈവത്തിന് എത്ര ദുഃഖമുണ്ടായി മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യൻ, അവൻ മക്കളായി സൃഷ്ടിച്ച മനുഷ്യൻ തെറ്റായ വഴിയിൽ, സാത്താന്റെ വഴിയിൽ പോയപ്പോൾ എത്രമാത്രം ദുഃഖിച്ചു. അതുപോലെ അതേ ദുഃഖം തന്നെയാണ് നമ്മൾ തെറ്റായ വഴിയിൽ പോകുമ്പോൾ നമുക്കുള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. സോ അഗൈൻ ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് റിവീലിംഗ് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് ദ പേഴ്സൺ who has emotions, who can be grieved. അടുത്തൊരു കാര്യം യോഹന്നാൻ 16-8 വാക്യത്തിൽ പറയുന്നു, Jesus said about the Holy Spirit, and when he comes he will convict the world concerning sin and righteousness and of judgment. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വായിച്ചൊരു വാക്കാണ്. ആദ്യത്തെ കാര്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, നമ്മൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ തുടങ്ങിയത്? നമ്മൾ സ്നാനപ്പെട്ടതിന് ശേഷമല്ല. അതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ വന്നില്ലെങ്കിലും നമ്മൾക്കുള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങുന്നത് നമ്മൾ സ്നാനപ്പെടുന്ന സമയത്താണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ക്ലിയർലി റിട്ടൺ ദാറ്റ് വെൻ വി റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് വി വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരം നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ പറയുന്നത് ഹി വിൽ കൺവിക്ട് ദ വേൾഡ് കൺസേണിങ് സിൻ ആൻഡ് റൈച്ചസ്നെസ് ആൻഡ് ഓഫ് ജഡ്ജ്മെന്റ്. അപ്പൊ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ, പാപത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്താൻ ഉള്ള കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളായെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ തീരുമാനിച്ചു ദൈവത്തെ അറിയാൻ, ഞാൻ തീരുമാനിച്ചു ബൈബിൾ പഠിക്കാൻ, ഞാൻ തീരുമാനിച്ചു മാനസാന്തരപ്പെടാൻ, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു? ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ അവർ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. ആമേൻ. അപ്പൊ കാരണം എന്താണ്? ഈ പ്രവർത്തികളെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി. കാരണം നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ ദൈവത്തിന് അത്രമാത്രം വേദനയും വിഷമം ഉണ്ടായി. അപ്പൊ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്തു? ഇത് കുറ്റബോധം നൽകി, പാപത്തെക്കുറിച്ചുള്ള ബോധം നൽകി, വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. നമുക്ക് ചിലപ്പോൾ ഭയം വന്നു. അതുപോലെ നീതിയെക്കുറിച്ചുള്ള അറിവുണ്ടായി, ഏതാണ് ശരിയും തെറ്റെന്നുള്ള ഗ്രാഹ്യം നമുക്ക് നൽകി. ഇതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവാണ്. അപ്പം തുടക്കം നമ്മൾ ദൈവത്തെ അറിയാനും ദൈവത്തെ അന്വേഷിക്കാനും നമ്മൾ തുടങ്ങിയത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. പക്ഷെ അന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലായില്ല. ഇപ്പോഴും പലപ്പോഴും സ്നാനപ്പെട്ടതിന് ശേഷം പലർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവൃത്തികളെല്ലാം ചെയ്ത മഹാൻ നമ്മുടെ ദൈവം അയച്ച പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നു. ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ശരിയായ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ചിന്തിച്ച് നോക്കുക. ജസ്റ്റ് എൻ ഓവർവ്യൂ വിൽ ജസ്റ്റ് ഡു. അതിനുശേഷം ഓക്കെ, ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, പരിശുദ്ധാത്മാവ്, ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു ശക്തി മാത്രമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയായിട്ട് നമ്മുടെ സഹായത്തിനായിട്ട് അയച്ചവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഒരു ശിഷ്യനായി സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളിൽ വന്ന് വസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്? ഹി ഹെൽപ്സ് us, ഹി directs us, he wants us, convicts us, he illuminates us, and he teaches us, he leads us, and he assures us. ഈ പറഞ്ഞ അനേകം കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ, ഇനിയുള്ള കാര്യങ്ങൾ. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്? അവൻ നമ്മളെ ഉപദേശിക്കുന്നു, സത്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് നൽകുന്നു, സത്യം നമ്മളെ മനസ്സിലാക്കിക്കുന്നു, സത്യം നമ്മളെ പഠിപ്പിക്കുന്നു, സകല സത്യങ്ങളും പഠിപ്പിക്കുന്നു, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്നു. അപ്പോൾ വെളിച്ചത്തിലേക്ക് വരുന്നു. ആ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വന്ന് നമ്മൾ കണ്ണ് തുറന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് വരുന്നു. ഹി ഇല്യൂമിനേറ്റ്സ് us, enlightens us, and then he also convicts us and he warns us. അല്ലെ, നമുക്ക് താക്കീത് നൽകുന്നു, നമ്മളെ നയിക്കുന്നു, ഡയറക്ഷൻസ് നൽകുന്നു. എവിടെ പോകണം, ഏത് കാര്യം ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ഡയറക്ഷൻസ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നു. സഹായിയായിട്ട് നമുക്ക് അനേകമുണ്ട്, നമ്മൾ ബലഹീനരാണ്. പക്ഷേ ഏത് ബലഹീനതയിലും
നമുക്ക് സഹായം നൽകാനായിട്ടുള്ള സഹായിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അഷ്വറൻസ് നൽകുന്നു, നീ ദൈവപുത്രനാണ്, നീ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നുള്ള ഓർമ്മ നമുക്ക് നൽകുന്നു. ഇതെല്ലാം ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അല്പം ധ്യാനിക്കുക. അതിനുശേഷം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ തരത്തിലുള്ള ഇത്രയും വലിയ സഹായി, സർവശക്തനായ ദൈവം എൻ്റെ സഹായിയായിട്ട് എന്നിൽ വസിക്കുമ്പോൾ ഈ കാലം അത്രയും ഞാൻ ഈ സഹായത്താലാണോ ജീവിച്ചത്? എന്തെല്ലാം തരത്തിലുള്ള എക്സ്ക്യൂസ് ഞാൻ ഉണ്ടാക്കി, ഒഴികഴിവുകൾ ഞാൻ ഉണ്ടാക്കി. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യം അറിഞ്ഞുകൂടാ, ദൈവഹിതം അറിഞ്ഞുകൂടാ, എനിക്ക് എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എന്തെല്ലാം എക്സ്ക്യൂസസ്, ഒഴികഴിവുകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? കാരണം എന്താണ്? ഒന്നുകിൽ നമുക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒഴിവുകൾ ഉണ്ടാക്കി. രണ്ടാമത്തെ കാര്യം, നമുക്ക് അറിവില്ല. എന്താണ്? എന്നിലുള്ള ദൈവം തന്ന ഈ സഹായിയുടെ ശക്തിയും അവൻ്റെ സഹായങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതെ, അറിവില്ലാതെ നമ്മൾ നിസ്സഹായരായിട്ട് ഇതുവരെ കാലം ജീവിച്ചു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുക. ഞാൻ ഒരു കാര്യം നമ്മൾ താഴ്മയോടെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സത്യം എന്താണ്? ഞാൻ ബലഹീനനാണ്, എന്നാൽ ഒന്നും സാധ്യമല്ല. എല്ലാം സാധ്യമാകുന്നത് അവനാൽ മാത്രം, ദൈവത്താൽ മാത്രം. ആ ദൈവം എന്നിൽ വസിക്കുന്നു, സർവശക്തനായ ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ബലഹീനതകളിൽ എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാനായിട്ട് നമ്മൾ പോകാം. അങ്ങനെ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിട്ട്, മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തരായ വ്യക്തികളായിട്ട് നമുക്ക് വളരാം. അങ്ങനെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ ആരുടെയും പേരിനോ പെരുമയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതെല്ലാം ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതുവഴിയാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ നന്മകൾ വഴിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് തീരാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയത്ത് ക്ലാസ് ഉണ്ടാവും. അടുത്ത ക്ലാസ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്, അല്ലെ ഫലത്തെക്കുറിച്ചാണ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അപ്പോൾ അതിനൊരു കാര്യം, ജസ്റ്റ് വാണ്ട് റിമൈൻഡ് യു ഓൾ ഓഫ് us ടു ഒരു ഹോംവർക്ക് ഉണ്ട്. എല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം വായിക്കുക. ശരിയായ രീതിയിൽ പഠിച്ച് നോട്ട്സൊക്കെ എഴുതി ഓരോ വചനവും വളരെ കെയർഫുൾ ആയിട്ട് പഠിച്ചു വരിക. അതുപോലെ തന്നെ ഗലാത്യരുടെ ലേഖനം 5-ാമത്തെ അധ്യായം 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് അത് വീണ്ടും ഈ നോട്ട്സൊക്കെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും അത് കൂടുതലായിട്ട് ഒരു ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമ്മളെല്ലാവരും ശക്തിപ്പെടും. ആമേൻ. താങ്ക് യു വെരി മച്ച്.